യു.കെയിൽ സ്കിൽഡ് വർക്കർ വിസയിലുള്ളവരുടെ അഡീഷണൽ എംപ്ലോയ്മെൻറ്റിനെ പറ്റിയുള്ള ഒന്ന് രണ്ട് അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ യു.കെയിലെ സ്പോൺസർഷിപ്പ് വിസയിലാണ് എങ്കിൽ നിങ്ങളുടെ എംപ്ലോയറുടെ അടുത്ത് നിങ്ങൾക്കൊരു കോൺട്രാക്റ്റ് ഉണ്ടാകും. ആ ഒരു കോൺട്രാക്റ്റഡ് അവേഴ്സ് നിങ്ങൾ ഫുൾഫില്ല് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഓവർ ടൈം ആയിട്ട് ചെയ്യാം. യാതൊരുവിധ റെസ്ട്രിക്ഷനുമില്ല. പ്രത്യേകിച്ച് നിങ്ങളൊരു NHS ട്രസ്റ്റിൻ്റെ എംപ്ലോയി ആണെങ്കിൽ നിങ്ങളുടെ സാധാരണഗതിയിലുള്ള കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് 37 മണിക്കൂറാണ്. അതിനുശേഷമുള്ള സാധാരണഗതിയിലുള്ള നിങ്ങളുടെ വർക്കുകൾ നിങ്ങൾ ചെയ്യുന്നത് ഓവർ ടൈം വർക്കാണ്. അത് സാധാരണഗതിയിൽ ഒരു ബാങ്ക് ഷിഫ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. ആ ഒരു ബാങ്കിന് ഇത്രയും കാലം 20 മണിക്കൂർ എന്നുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിലെ അപ്ഡേറ്റുകൾ പ്രകാരം നിങ്ങൾക്ക് ബാങ്ക് ഷിഫ്റ്റ് ആയിട്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും ചെയ്യാം. 20 മണിക്കൂറിൽ കൂടുതൽ ചെയ്താലും യാതൊരുവിധ കുഴപ്പവുമില്ല. അപ്പോൾ അത് സബ്സ്റ്റാൻഷ്യൽ എംപ്ലോയ്മെൻറ്റ് എന്നുള്ള കൺസിഡറേഷൻ വരുന്നതുകൊണ്ട് നിങ്ങളുടെ എംപ്ലോയർക്ക് വേണ്ടിയിട്ട് എത്ര മണിക്കൂറാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യുന്നതിന് യാതൊരുവിധ റെസ്ട്രിക്ഷനുമില്ല. ഇതാണ് രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു സ്പോൺസറുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ സ്പോൺസറുടെ കോൺട്രാക്റ്റ് പ്രകാരമുള്ള അവേഴ്സുകൾ ചെയ്ത് കഴിഞ്ഞ് മാത്രമേ നിങ്ങൾക്കൊരു പാർട്ട് ടൈം ജോബായിട്ടുള്ള 20 മണിക്കൂർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതല്ലാതെ നിങ്ങൾക്ക് സ്പോൺസർക്ക് വർക്ക് ചെയ്യാതെ നിങ്ങൾക്കൊരിക്കലും പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റില്ല. ഇത് പറയാൻ പ്രത്യേകിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് കെയർ വിസയിലും അതേപോലെ സീനിയർ കെയർ വിസയിലും വന്ന പലർക്കും അവരുടെ സ്പോൺസർ എടുക്കുന്ന ഇനഫായിട്ടുള്ള അവേഴ്സ് കിട്ടാത്തതുകൊണ്ട് അവർ പലപ്പോഴും പാർട്ട് ടൈം ആയിട്ടുള്ള 20 മണിക്കൂർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പോൺസറുടെ അടുത്ത് ജോലി ചെയ്യാത്തിടത്തോളം കാലം പാർട്ട് ടൈം ആയിട്ട് 20 മണിക്കൂർ ചെയ്യുന്നത് ഇമിഗ്രേഷൻ റൂളിൻ്റെ ബ്രീച്ചാണ്. അപ്പോൾ ആ ഒരു കാര്യം ഒരിക്കലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ സ്പോൺസറുടെ അടുത്തുള്ള കോൺട്രാക്റ്റഡ് അവേഴ്സ് എത്രയാണോ ആ ഒരു കോൺട്രാക്റ്റഡ് അവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ടുള്ള ജോബ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതേപോലെ രണ്ടാമത് ഞാൻ കാണുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ എംപ്ലോയറുടെ അടുത്ത് നിങ്ങൾ സിക്ക് ലീവ് എടുത്തിട്ട് നിങ്ങൾക്ക് ഒരിക്കലും വേറെ സ്ഥലത്ത് പോയി ജോലി ചെയ്യാൻ പറ്റില്ല. അത് ഓട്ടോമാറ്റിക്കലി ഫ്രോഡായിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുകയുള്ളൂ. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ നിങ്ങളൊരു ആനുവൽ ലീവിലോ ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യുന്നതിനകത്ത് റെസ്ട്രിക്ഷനോ മറ്റു കുഴപ്പങ്ങളോ ഇല്ല. പക്ഷേ സിക്ക് ലീവ് എടുത്തിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റില്ല. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, പാർട്ട് ടൈം ജോബ് ഇത്രയും നാൾ ചെയ്യുന്നതിനകത്ത് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ ഏതാണോ നിങ്ങൾ ജോബിലാണോ നിങ്ങളെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആ ഒരു ജോബോ അതല്ലെങ്കിൽ ആ ഒരു ജോബ് കാറ്റഗറിയിൽ വരുന്നൊരു ജോബോ അതല്ലെങ്കിൽ ഇമിഗ്രേഷൻ ലിസ്റ്റിലുള്ള ഒരു ജോബോ ചെയ്യാൻ പാടുള്ളൂ എന്ന റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിലെ ക്രൈറ്റീരിയ പ്രകാരം നിങ്ങൾക്ക് സ്കിൽഡ് വർക്കർ ഒക്യുപ്പേഷനകത്തുള്ള ഏതൊരു ജോബും പാർട്ട് ടൈം ജോബായിട്ട് ചെയ്യാം എന്നുള്ള ഒരു അപ്ഡേറ്റും കൂടിയുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ജോബ് നിങ്ങളുടെ മെയിൻ എംപ്ലോയർ ആയിട്ടുള്ള ജോബ് അല്ല എങ്കിലും നിങ്ങൾക്ക് വേറൊരു ജോബും ചെയ്യാം, അതിനകത്ത് കുഴപ്പമില്ല. പക്ഷേ പാർട്ട് ടൈം ജോബ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എത്ര എംപ്ലോയേഴ്സിന് വേണ്ടി വർക്ക് ചെയ്താലും ഒരു വീക്കിലുള്ള പാർട്ട് ടൈം ജോബ് 20 മണിക്കൂറിൽ കൂടുതൽ കൂടാൻ പാടില്ല. ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക.